ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ്. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ കറിയും അതുപോലെ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചീനമുളകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കറി നന്നായി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങയും വറുത്തൊന്ന് അരക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് ചൂടാക്കണുള്ളൂ. അതിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ കറി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ശരിയായിട്ടുണ്ട്. നന്നായി അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങയും. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് അതൊന്ന് വറുത്ത് അതുപോലെ കുറച്ച് നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും നമ്മളെ നാടൻ കറിവേപ്പിലക്ക്. അങ്ങനെ വറുത്തിട്ടിട്ടുണ്ട് നമ്മളെ ചിക്കൻ കറി. നല്ല മണമുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ തിരക്ക് കൂട്ടാൻ തുടങ്ങി കേട്ടോ. പാലൊക്കെ കുടിക്കാനും കണ്ണ് വീഴ്ചിട്ടും സുന്ദരി കുട്ടികളായിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂർ ഇടവിട്ട് ഇപ്പോൾ പാൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത്യാവശ്യം കുടിക്കുന്നുണ്ട് പാലൊക്കെ. നല്ല കളിയിലാണ് കേട്ടോ അവർ. തള്ളയില്ലാത്ത കുഞ്ഞുമക്കളാണ് കേട്ടോ. ഇതുവരെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാനൊന്നും പറ്റില്ല കേട്ടോ. 3 മണിക്കൂർ ഇടവിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതല്ലേ പാല്. അപ്പോൾ ഒന്നും തിന്നാനായിട്ടൊന്നുമില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അവർ തിരക്ക് കൂട്ടാൻ തുടങ്ങി കേട്ടോ. അതിന് ശേഷം അവർക്ക് പാലൊക്കെ കൊടുത്തു കേട്ടോ. നന്നായി കുടിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ കുപ്പിയിൽ തന്നെ നന്നായി കുടിക്കുന്നുണ്ട് കേട്ടോ അവർ. അതിന് ശേഷം വൈപ്സൊക്കെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം കൂടിയാണ്. ചെറിയ വെയിലത്തൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവരെ.
പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ ചെറുതായി വെയിൽ കൊള്ളിക്കുമല്ലോ, എന്ന പോലെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവരെ ബക്കറ്റിൽ അടച്ച് വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ, വേറെ പൂച്ചകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു ചക്ക കണ്ട് കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിയാനായിട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതായിരുന്നു. നന്നായി കട്ട പിടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് വലിയ ജീരകവും വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ടുണ്ട്, തേങ്ങയും കൂടെ നന്നായി അരച്ചതിന് ശേഷം നമ്മൾ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ചെറിയ ജീരകമാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വലിയ ജീരകം അരക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടി ഞാൻ വലിയ ജീരകവും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം കുറച്ച് അയില ശരിയാക്കി വെച്ചിരുന്നു കേട്ടോ. നമ്മളെ നല്ല നാടൻ അയിലയാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്കും കുരുമുളക്, ചീനമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും ചേർത്ത് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മസാല ശരിയാക്കണത്. നന്നായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റില്ല അയിലയാണ് കേട്ടോ. അയില തന്നെ 2 തരം ഉണ്ടല്ലോ അല്ലേ. അതൊക്കെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഊണും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കൻ കറിയും ചക്കക്കൂട്ടനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കൽ ചക്കക്കാലമൊക്കെ കഴിഞ്ഞ സമയമാണല്ലോ, ഇനി കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.